പ്ലീസ് 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 ശബ്ദം ഉണ്ടാക്കല്ലേ, മാറ്റിക്കല്ലേ പ്ലീസ്. എന്താ കൈ മാറ്റാനോ? മാറ്റിയാൽ ഒച്ച ഉണ്ടാക്കൂ. ഉറപ്പാണേ? കള്ള? അയ്യോ, ഞാൻ കള്ളനൊന്നും അല്ല. പിന്നെ എന്റെ പേഴ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചാലെ ഞാൻ എന്ത് വിളിക്കണം? പുണ്യാളനെന്നോ? ചേച്ചി ബഹളം ഉണ്ടാക്കി നാറ്റിക്കല്ലേ. ചേച്ചി വിചാരിക്കുന്ന പോലെ അല്ല. ചേച്ചിയോ? ആരാ തന്റെ ചേച്ചി? അത് കണ്ടപ്പോൾ പ്രായമുണ്ടെന്ന് തോന്നി. എന്റെ പേഴ്സ് മോഷ്ടിക്കാൻ നോക്കിയതും പോരാ, പിന്നെ ചേച്ചിനെ വിളിച്ച് ആക്ഷേപിക്കുന്നു. അയ്യോ, ചേച്ചിന്ന് വിളിക്കുന്നത് ആക്ഷേപമാണോ? ബഹുമാനമല്ലേ? താൻ എന്നെ ചേച്ചിന്ന് വിളിക്കാനും വേണ്ടിയുള്ള പ്രായമൊന്നും എനിക്കില്ല. തനിക്ക് എത്ര വയസ്സായി? ആദ്യം അത് പറ. 25. അവിടോ? എന്ത് വയസ്സ്? 27. കണ്ടോ, അപ്പോൾ എന്റെ ഊഹം കറക്റ്റ് ആയിരുന്നേ. എന്നെ കണ്ടാൽ അത്ര പ്രായം തോന്നിക്കോ? ചേച്ചി ചെറുക്ക, പെൺകുച്ചെ ഒന്നും മിണ്ടാതിരിക്കെ, മനുഷ്യനൊന്ന് ഉറങ്ങണം. മിണ്ടാതിരുന്നാൽ എന്റെ പ്രശ്നം തീരുവോ? ചേച്ചി സീനാക്കല്ലേ പ്ലീസ്. ആദ്യം താൻ എന്റെ പേഴ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചു, പിന്നെ താൻ അനുവാദമില്ലാതെ എന്റെ ദേഹത്ത് തൊട്ടു. അതെപ്പോ? എന്റെ വാ പൊത്തിപ്പിടിച്ചില്ലേ? അതെങ്ങനെ ദേഹത്തെ തൊട്ടതാകും? അതെന്താ, വായ എന്റെ ദേഹത്തുള്ളതല്ലേ? അത് ഫൗളാ. ചേച്ചി സീരിയസ്ലി മോഷ്ടിക്കാൻ നോക്കിയതല്ല. ബാഗിൽ നിന്ന് പേഴ്സ് പോകാൻ തുടങ്ങിയപ്പോൾ. എടാ കൊച്ചു ചേർക്ക, നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നല്ല ലക്ഷണമൊത്ത കള്ളനാണെന്ന്. ന്യായീകരിക്കാൻ വരല്ലേ? ഞാനതങ്ങ് സമ്മതിച്ചു തന്നാൽ ചേച്ചിയുടെ പ്രശ്നം തീരുവോ? ഇല്ല. പിന്നെ ഞാനെന്ത് വേണം? എന്ത് പറഞ്ഞാലും ചെയ്യുവോ? ചെയ്യണമല്ലോ അല്ലേ? എന്നെയും നിന്റെ കൂടെ കൂട്ടണം. എന്തിന്? എങ്ങോട്ട്? എങ്ങനെ? അല്ല, എനിക്ക് മനസ്സിലായില്ല. ഇനി മുതൽ ഞാനും നിന്റെ കൂടെ ഉണ്ടെന്ന്. അതൊന്നും ശരിയാകില്ല. എന്താ ശരിയായാൽ? ചേച്ചി വേറെന്തെങ്കിലും പറ. ഒച്ച വെച്ച് ഞാൻ ആളെ കൂട്ടണോ? വേണ്ട. അതങ്ങ് സമ്മതിച്ചു കൊടുക്കണ ചെറുക്ക. മനുഷ്യനൊന്ന് ഉറങ്ങണം. കുറെ നേരമായി രണ്ടും കൂടി. ഒന്നുകിൽ അവളങ്ങ് നാട്ടുകാരെ വിളിച്ചു കൂട്ടണം, അല്ലെങ്കിൽ ഇവനത് പറയുന്നത് അങ്ങ് സമ്മതിച്ചു കൊടുക്കണം. ഇത് രണ്ടും ചെയ്യില്ലാന്ന് പറഞ്ഞ? അതെ, മൂപ്പലാനോട് ഞാൻ വല്ലതും പറഞ്ഞോ? രണ്ടും കൂടെ എന്റെ ചെവിയാ തിന്നുന്നേ. താൻ പറ തീരുമാനം. ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടണോ അതോ? വിളിച്ചു കൂട്ടണ്ട ചേച്ചി, നാശത്തിലേക്കാ നിങ്ങളുടെ പോക്ക്. ഞാൻ അങ്ങ് സഹിച്ച്. മായുന്നുരാവും താരങ്ങളും കൺമുന്നിലെങ്ങും നീ മാത്രമായി ഒരേ നില, ഒരേ വെയിൽ ഒന്നായിതാ ഉൾമൊഴി, ഒന്നായിതാ കൺവഴി, ഒരേ നില, ഒരേ വെയിൽ സ്വപ്നങ്ങളും മോഹവും ഒന്നിനി. ആകാശവും മേഘവും സഖിയേ നാം എന്നപ്പോ ചേർന്നിതാ. എങ്ങോട്ടാ എന്നെ വിളിക്കാണ്ട്? ഞാൻ ബാഗ് എടുത്തിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. അറിയാം, പോകുമല്ലേ അപ്പോൾ? അതെ ചേച്ചി, ഞാൻ ഒന്നും കൂടി പറയുക. പറയാനും വേണ്ടി ഒരു അഡ്രസ്സ് പോലും ഇല്ല എനിക്ക്.
ചീത്തപ്പേരാകും ചേച്ചിക്ക്. എന്റെ പേരിന് ഒരലങ്കാരം. അത്രേ നീ പറഞ്ഞ സാധനത്തിന് ചെയ്യാൻ പറ്റൂ. ഇനി ഞാനൊന്നും പറയുന്നില്ല, ചേച്ചിയുടെ ഇഷ്ടം. വാ. ഓട്ടോ ഒന്നങ്ങോട്ട് മാറി വീണ് കൊച്ചേ. ഈ മനുഷ്യൻ എന്താ നമ്മുടെ കൂടെ? അവരെന്നെ അപ്പാന്ന് വിളിക്കുമ്പോൾ അവന്റെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ വേറെ ആരുടെ കൂടെ പോകേണ്ടത്? നിങ്ങൾ അച്ഛനും മോനും ആണോ? ആയിരിക്കും. ബെസ്റ്റ്. ഇതാണല്ലേ നീ അപ്പോൾ നാശത്തിലേക്ക് എന്റെ പോക്കെന്ന് പറഞ്ഞത്? ഓ, അപ്പോൾ ഞാൻ നാശമാണെന്ന്. ഞാനിത് കേൾക്കണോടാ. നിന്നെ താഴെ പോലും വെക്കാതെ എടുത്തോണ്ട് നടന്ന് വളർത്തിയതാ. എന്നിട്ട് ഞാൻ നാശം അല്ലേ? എന്റെ അപ്പനെ ഒന്നും ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ ഈ ചേച്ചിയെ ഒന്ന് ഉപദേശിച്ചതാ. മനസ്സിലായി, അപ്പനെല്ലാം മനസ്സിലായി. ഇത്രയും നാൾ അപ്പാന്ന് വിളിക്കാൻ നിനക്ക് ഞാൻ വേണമായിരുന്നു. വഴിന്ന് ഒരുത്തി കളഞ്ഞു കിട്ടിയപ്പോൾ നിനക്കിപ്പോൾ ഞാൻ നാശം, വേണ്ടാത്തവൻ. അപ്പാ, നിന്ന് ചിലക്കാതെ ഓട്ടോയിൽ കയറടാ. എനിക്ക് വിശക്കുന്നു. കഴിച്ചിട്ട് വേണം ഒരു വീട് തപ്പാൻ. അപ്പോൾ വീടും കൂടി ഇല്ല? ഓ പിന്നെ, തമ്പുരാട്ടിക്ക് 30 ഏക്കർ സ്ഥലവും ഒരു കൊട്ടാരവും ഉണ്ടായിട്ടാണല്ലോ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരാൻ നിൽക്കുന്നത്. നിങ്ങളുടെ കൂടെ അല്ല, ദേ ഇവന്റെ കൂടെയാ ഞാൻ വരുന്നേ. അവൻ എന്റെ കൂടെയും. രണ്ടും ഒന്ന് നിർത്ത്. കേറങ്ങോട്ട് സമയം കളയാതെ. ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ഇരിക്കില്ല. യോ, എനിക്കങ്ങ് കൊതിയായിട്ട് മേല നിന്റെ കൂടെ ഇരിക്കാൻ. അപ്പാ, ചേച്ചി കേറ്. ഇനി അപ്പം വാ. പ്രശ്നം തീർന്നല്ലോ. അണ്ണാച്ചി ഹോട്ടലിൽ വിടുങ്കോ. അണ്ണാച്ചി ഒന്നും അല്ലണ്ണാ, മലയാളിയാ. എവിടെ പോയാൽ ഈ വായി നോക്കിയുള്ളു കാണുമല്ലോ. അയ്യോ, എടാ മോനെ, അപ്പോൾ ഈ തെണ്ടിക്ക് നമ്മൾ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലേ? സന്തോഷായില്ലേ? വയറ് നിറഞ്ഞു. അപ്പോൾ ഇനി കഴിക്കണ്ട. ഒന്ന് പോടാ, വിശന്നിട്ട് കുടല് കരിയോ. ചേട്ടാ, മോശമല്ലാത്ത എന്നാൽ വലിയ കാശാവാത്ത എവിടെയെങ്കിലും ഒന്ന് നിർത്തണേ. അച്ഛാ, നൂലില്ലാത്ത പട്ടം പോലെ ഞാൻ പോകുക. കാറ്റായി എന്റെ കൂടെ ഉണ്ടാവണേ, ദിശ തെറ്റാതിരിക്കാൻ. നാട്ടിലെവിടാ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത്? മൃതിയുടെ കൽത്തുണ്ടിൽ പ്രണയമാം പൂവിന്റെ ഇതളുകൾ വീഴുന്നുവോ ഏതേതോ മാനത്ത് മേഘത്തിൻ ചാരത്ത് താരങ്ങൾ പോലെ നാം ചേരില്ലേ വാഴില്ലേ ആയിരം ചിരാതുകൾ ജീവനിൽ കൊളുത്തിനേ നീറുമേൽ കിനാക്കളിൽ നീയൊരാൾ നിറഞ്ഞിതാ ആശാനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങള് പെട്ടുപോയനെ. കുറെ തമിഴന്മാരോട് മുറിത്തമിഴും പറഞ്ഞു. ഹോ, അവര് പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലാകുന്നില്ലായിരുന്നു. ആ തട്ടുകടക്കാരനോട് അങ്ങനെ കിടന്ന് മെഴുകുന്ന കണ്ടോണ്ടല്ലേ ഞാൻ നിങ്ങളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു വന്നത്. മാസം എത്ര രൂപ വരെ വാടകയാകാം? ചേട്ടാ, ഒരുപാട് താങ്ങൂല. വാടക കുറഞ്ഞ ഏതെങ്കിലും വീട് മതി. കുറഞ്ഞതെന്ന് പറയുമ്പോൾ ഒരു 3500. യോ, കുറച്ചുകൂടെ താഴേക്ക്. 3000. ചേട്ടാ, കുറച്ചുകൂടെ. 2500. ചേട്ടാ, ഇനിയും കുറയ്ക്കാനോ? ചേട്ടാ, 500 രൂപയ്ക്ക് വല്ല വീട് കിട്ടുമെങ്കിൽ പറ, സമ്മതിച്ചോളൂ. 500 രൂപയ്ക്ക് പട്ടിക്കൂട് കിട്ടും. അവളെ കിടത്താം, പക്ഷെ ഞാനും മോനും. ദേ ചേട്ടാ, നിങ്ങൾ വന്നേ, പറ്റിയ ഒരു വീടുണ്ട്. എങ്ങനെയുണ്ട് മോനെ? 500 രൂപയ്ക്ക് ഇതൊരു ആഡംബരമല്ലേ? 500? 1000. 1000? 1000 രൂപയാ ഇതിന്റെ ഓണർ പറഞ്ഞേ. നിങ്ങളുടെ ദാരിദ്ര്യം പറച്ചിൽ കേട്ടോണ്ട് വായിലെ വെള്ളം പറ്റിച്ച് ഞാൻ 750 വരെ ആക്കി. അതിന് താഴോട്ട് നിങ്ങൾക്ക് ഒരു വീട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. എന്ത് വേണോടാ? നമ്മൾ മാത്രമായിരുന്നെങ്കിൽ ആ പറഞ്ഞ പട്ടിക്കൂടങ്ങ് എടുക്കായിരുന്നു. ഇതിപ്പോൾ ഇത് ഉറപ്പിക്കുന്നോ അതോ? ആ താക്കോലിങ്ങി താ ചേട്ടാ, കുറെ നേരമായി ഈ പെട്ടിയും താങ്ങി. ഐശ്വര്യമായിട്ട് ഇന്നാ മോള് തന്നെ വാങ്ങും. എടാ,
ഇവളിത് എന്തിനുള്ള പുറപ്പാടാ? ഇവിടുത്തെ കെട്ടിലമ്മയാകാനാണോ? എനിക്കെങ്ങനെ അറിയാം? ചേട്ടന് ഒരു മോനും മോളും ആണല്ലേ? ഇവൻ എന്റെ മോൻ. അപ്പോൾ ഈ പെൺകൊച്ചോ? മോന്റെ ഭാര്യ? അല്ല, എന്റെ ഭാര്യ. ഭാര്യയോ? ഈ കൊച്ചോ? കൊച്ചൊന്നും അല്ല, നല്ല പ്രായമുണ്ട് അവൾക്ക്. ഫുള്ള് ഡയ്യ. ഇവൻ ഞങ്ങളുടെ മകൻ. അപ്പ ആ ശരി, എന്നാൽ പിന്നെ നിങ്ങൾ വീട്ടിലോട്ട് കയറിക്കോ. എന്റെ നമ്പർ ഉണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വരാം. ഈ മാസത്തെ വാടക തന്നേക്കണം. ഓണർ വരൂലേ അപ്പോൾ? ഞാൻ തന്നെ ഓണർ. അപ്പോൾ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. നീ മലയാളി തന്നെയാടാ. ഡോ മൂപ്പനാനെ, താൻ എന്താടോ പറഞ്ഞേ? ഞാൻ ഭാര്യയാണെന്നോ? നല്ല പൂതിയാണല്ലോ. അയ്യേ, പൂതി പോലും. നീ എന്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ? അപ്സരസ്. അവളെവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? കയറി പോവണ്ണേ. അപ്പൻ എന്ത് പണിയാ ചെയ്തേ? അപ്പൻ എന്തിനാ ആ മനുഷ്യനോട് ചേച്ചി ഭാര്യയാണെന്നൊക്കെ പറഞ്ഞത്? പിന്നെ എന്ത് പറയണമായിരുന്നു? കിളിന്ത് പെണ്ണ, പരിചയമില്ലാത്ത നാടും. ഇവനൊക്കെ എങ്ങനെയുള്ള ആളാണെന്ന് ആർക്കറിയാം? മോളാന്ന് പറഞ്ഞാൽ അതൊരു വള്ളിയാ, ഒരു ചാൻസ്. പിന്നെ നീയോ ഞാനോ നിധി കാക്കുന്ന ഭൂതം പോലെ അവളോടൊപ്പം ഉണ്ടാവേണ്ടി വരും. നടക്കുന്ന കാര്യമാ. ഇനി മോളല്ലാന്ന് പറഞ്ഞാലോ? പിന്നെ പല ചോദ്യങ്ങൾ വരും. ആ കൊച്ചിന്റെ സ്വഭാവത്തിന് തന്നെ അതൊരു പ്രശ്നമാകും. കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും അവനെ വായടഞ്ഞല്ലോ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ. അത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ. അച്ഛാ, തൽക്കാലം എന്റെ ബാഗിൽ തന്നെ ഇരുന്നു. അവരോടൊന്നും പറയാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഉള്ള മാനസികാവസ്ഥ എനിക്കായിട്ടില്ല. അച്ഛൻ്റെ ഹൃദയമായിട്ടല്ല, മറ്റൊരു ഹൃദയമായി എനിക്കിനി മാറണം. ഇല്ലെങ്കിൽ ഞാൻ വീണു പോകും. പണ്ടത്തെ പോലെ വീണാൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ അച്ഛനോ മനുവേട്ടനോ കൂടെ ഇല്ലല്ലോ. അപ്പാ